friends, welcome to this little one. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫും ബിരിയാണിന്റെ റെസിപ്പിയാണ്. ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാൻ ഒരു ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇടാം. ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് നല്ലോണം ചതപ്പിച്ചെടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇനി തക്കാളിയും കൂടി ചേർത്ത് നല്ലതായിട്ട് വഴറ്റാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ചേർക്കണം. ഈ കാണിക്കുന്ന മസാലകളൊക്കെ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചത്. ഇനി ഗരം മസാലയും കൂടി ഇട്ട് നല്ലോണം വറ്റിച്ചെടുക്കാം. ഇനി ബിരിയാണി മൊഞ്ചാക്കാണ് ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഉള്ളി പൊരിച്ചെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ കളർ ഉണ്ട്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഞങ്ങളടുത്ത് കട്ട മുണ്ടിലായിരുന്നു ഉള്ളത്, അതാണ് അത് ഉപയോഗിച്ചത്. ഇപ്പൊ നമ്മളെ മസാല ഒക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. ഇപ്പൊ നമ്മളെ മസാല റെഡി ആയിക്കൊണ്ട് അതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇടാം. നല്ല ടേസ്റ്റി സൂപ്പർ ബീഫ് മസാല റെഡി. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള ചോറ് വെക്കാം. ഇനി നമുക്ക് നമ്മളെ ഉള്ളി പൊളിച്ച എണ്ണയിലേക്ക് തന്നെ ഈ കാണിക്കുന്ന സാധനങ്ങൾ ഇടാം. അതിലേക്ക് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി അരിയും കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മളെ ബിരിയാണിയിലേക്കുള്ള ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ദം ചെയ്യാം. ഇനി മസാല ഒന്ന് ഇളക്കി അതിൻ്റെ മേലേക്ക് ചോറിടാം. ആദ്യം പകുതി ചോറിടാം. ഇനി ഒരു കളറിന് മഞ്ഞൾ ചേർക്കാം. നാരങ്ങ നീരില് കലക്കിയിട്ടാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ പൊരിച്ചു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും മല്ലിച്ചപ്പും കൂടി ഇടാം. എന്നിട്ട് വീണ്ടും ബാക്കി ലെയറ് ചോറിടാം. ഇനി അതുപോലെ തന്നെ ഉള്ളിയും മഞ്ഞളൊക്കെ ചേർക്കാം. ഇനി നല്ലോണം അടിച്ചു വെച്ച് ദമ്മാക്കി എടുക്കാം. ഇപ്പൊ നമ്മളെ ടേസ്റ്റി ബിരിയാണി റെഡി ആയിട്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ബൈ.